കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മഴയുടെ ചിത്രം വരയ്ക്കാൻ പഠിച്ചു, മഴയുടെ പാട്ട് പാടി പഠിച്ചു. ഇന്ന് നമുക്ക് മഴയുണ്ടാകുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. ദാ ഇവിടെ സൂര്യൻ്റെ ചൂട് കൊണ്ട് ജലാശയം എന്ന് പറഞ്ഞാൽ വെള്ളം കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം ജലാശയമാണ്. അപ്പോൾ ഏതൊക്കെ വരും? കുളം, കിണർ, തോട്, പുഴ, കായൽ, കടൽ, ഇവയെല്ലാം ജലാശയമാണ്. ഇവിടെ നമ്മളൊരു കുളം വരച്ചിട്ടുണ്ട്. ഈ കുളത്തിലെ വെള്ളത്തിലേക്ക് സൂര്യൻ്റെ ചൂട് വരുന്നതാണ്. സൂര്യൻ്റെ ചൂടേറ്റ് ഈ കുളത്തിലെ വെള്ളം ആവിയായിട്ട്, അതായത് നീരാവിയായിട്ട് മുകളിലേക്ക് ഉയരുന്നു. അപ്പം ഇതാ ഇവിടുന്ന് സൂര്യൻ്റെ ചൂട് വരുന്നു. ചൂടേറ്റ് ഇവിടെ വെള്ളം ചൂട് പിടിച്ച് അത് നീരാവിയായിട്ട് മാറുന്നു. ഈ നീരാവി മുകളിലേക്ക് ഉയരുന്നു, അതായത് ആകാശത്തിലേക്ക് പോകുന്നു. അങ്ങനെ അത് മുകളിൽ ചെന്ന് നീരാവിയെല്ലാം കൂടി മേഘമായിട്ട് രൂപപ്പെടുന്നു. ഈ മേഘം, അതായത് കാർമേഘം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആകാശത്തിൽ നോക്കിയാൽ നമുക്ക് കാർമേഘങ്ങൾ ധാരാളം കാണാം. ഈ മേഘം തണുത്ത് കഴിയുമ്പോൾ അത് മഴയായിട്ട് താഴേക്ക് പതിക്കുന്നു. ഇത് മഴത്തുള്ളികളായിട്ട് താഴോട്ട് ഭൂമിയിലേക്ക് വരുന്നു. ഇത് മുഴുവൻ മഴത്തുള്ളികളാണ്. ഇപ്പോൾ മഴയുണ്ടാകുന്നത് എങ്ങനെയെന്ന് മനസ്സിലായോ? സൂര്യൻ്റെ ചൂട് കൊണ്ട്. ഇവിടെ നമുക്ക് ചൂട് എന്നെഴുതാം. ഇത് സൂര്യൻ്റെ ചൂട് വന്ന് ജലാശയത്തിൽ പതിച്ച് വെള്ളത്തിന് മുകളിലേക്ക് ആ ചൂട് പതിച്ച് കഴിയുമ്പോൾ അവിടുത്തെ വെള്ളം ആവിയായിട്ട്, നീരാവിയായിട്ട് മുകളിലേക്ക് ഉയർന്ന് അത് മേഘമായിട്ട് രൂപപ്പെടും. ഈ മേഘം തണുത്താണ് മഴ ഉണ്ടാകുന്നത്. ഇത് മഴ. ഇനി എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അമ്മമാർക്ക് സാധിക്കും. നിങ്ങൾ അടുക്കളയിൽ കഞ്ഞി വെക്കുന്ന സമയത്ത് കുട്ടികളെ അടുത്ത് നിർത്തി ഇതൊന്ന് കാണിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതായത് സൂര്യൻ്റെ ചൂടിന് പകരം അവിടുന്ന് നമ്മളുടെ സ്റ്റൗവിൻ്റെ തീയുടെ ചൂട് കൊണ്ട് കലത്തിലെ വെള്ളം ചൂട് പിടിച്ച് അത് തിളച്ച് കഴിയുമ്പോൾ ആവിയായിട്ട് മുകളിലേക്ക് പോകുന്നത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ജലാശയത്തിലെ വെള്ളം നീരാവിയായിട്ട് പോകുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി ആ മുകളിലേക്ക് ആവി പോകുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു മൂടപ്പാത്രം മൂടി വെക്കണ്ട, അത് കുറച്ച് മുകളിലായിട്ട് പിടിച്ച് കഴിയുമ്പം ഈ നീരാവി തട്ടി പാത്രത്തിൻ്റെ മുകളിൽ പതിക്കുന്നു. അത് വെള്ളത്തുള്ളികളായിട്ട് മാറുന്നത് കാണിച്ചു കൊടുക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ മഴ ഉണ്ടാകുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് അടുക്കളയിൽ തന്നെ കാണിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കുട്ടികൾക്ക് കുറേയൊക്കെ അറിയാവുന്നതാണ്. അത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ നോക്കണം. വെള്ളത്തിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന ഉപയോഗം അവർ പറയും കുടിക്കാൻ എപ്പോഴും നമുക്ക് വെള്ളം ആവശ്യമാണ്. പിന്നെയോ കുളിക്കാൻ, ഇതൊക്കെ കുട്ടികൾ തനിയെ പറഞ്ഞുകൊള്ളും. പിന്നെയോ ആഹാരം ഉണ്ടാക്കാൻ വെള്ളം വേണം. തുണി കഴുകണമെങ്കിൽ വെള്ളം വേണം. പാത്രം കഴുകാനും
വെള്ളം വേണം. പിന്നെ കൃഷിക്ക് നമ്മൾ നടുന്ന കൃഷികൾക്കെല്ലാത്തിനും വെള്ളം ആവശ്യമാണ്. ഇനി ഇതുകൂടാതെ മീനിന് വളരണമെങ്കിൽ വെള്ളം കൂടിയേ തീരും. പിന്നെ കറണ്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെയും വെള്ളം ആവശ്യമാണ്. ഇപ്പം പ്രധാനമായും ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങളത് പറയാൻ പഠിച്ചു വെക്കണം. എഴുതി പഠിക്കേണ്ട, വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ പറയാനായിട്ട് പഠിച്ചു വയ്ക്കണം. ഇനി നോട്ട് ബുക്കിൽ എഴുതേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. മുകളിൽ മഴയുണ്ടാകുന്നത് എങ്ങനെയെന്ന് എഴുതിയിട്ട് ഇതിന് താഴെ ഈ ചിത്രം വരച്ച് ഇടണം. സൂര്യൻ, മേഘം, ജലാശയം ഇതൊക്കെ വരച്ച് ചൂട് വരുന്നതും നീരാവി ഉയരുന്നതും മഴയുണ്ടാകുന്നതും ഈ ചിത്രത്തിലേതുപോലെ വരച്ച് ഇടണം. ഇത് അമ്മമാർ വരച്ചു കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ, കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കണം. പിന്നെ അതിന് താഴെ വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ എഴുതി കുടിക്കാൻ, കുളിക്കാൻ, ആഹാരമുണ്ടാക്കാൻ, തുണി കഴുകാൻ, പാത്രം കഴുകാൻ, കൃഷിക്ക് എന്നുകൂടി എഴുതിയിടുക.